ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളെല്ലാവരും മരണമെന്ന് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഭയക്കുമല്ലേ? പക്ഷേ മരണം എന്നത് ജനനം പോലെ തന്നെ പരമപ്രധാനമായ ഒരു സത്യമാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരാൾ ഉപയോഗിച്ചിരുന്ന 3 വസ്തുക്കൾ ബന്ധുക്കളോ മറ്റുള്ളവരോ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഗരുഡ പുരാണം പറയുന്നത്. അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് മരണപ്പെട്ട ഒരാളുടെ പറയാൻ പോകുന്ന 3 വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 വസ്തുക്കൾ എന്ന് അറിയുന്നതിന് മുൻപായിട്ട്, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതിന്റെ ഉത്തരമായിട്ട് ഗരുഡ പുരാണം പറയുന്നത് ഇങ്ങനെയാണ്. മരണാസന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതായ ആത്മാവിന് ആ ഒരു ശരീരം വിട്ടുപോകാന് കുറച്ച് വിമുഖതയുണ്ടായിരിക്കും. പരമാവധി ആ ഒരു ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരത്തിൽ തന്നെ അതിന് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അത് അശ്രാന്തമായിട്ട് പരിശ്രമിക്കുമെന്നതാണ്. എന്നാൽ ആ ഒരു ശരീരത്തിന് ഈ ഒരു ആത്മാവിനെ ഉൾക്കൊള്ളാൻ ത്രാണിയില്ലാതെ വരികയാണ് എങ്കിൽ ആ ഒരു ആത്മാവ് സ്വതന്ത്രമാകും. ഇങ്ങനെ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്ന അവസ്ഥയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വതന്ത്രമാകുന്ന ആ ഒരു ആത്മാവ് നേരെ പോകുന്നത് യമലോകത്തേക്കാണ്. ഇങ്ങനെ സ്വതന്ത്രമായ ആ ഒരു ആത്മാവിനെ യമകിങ്കരന്മാർ സ്വീകരിച്ച് ഒരു രാത്രിയും പകലും ഈ ഒരു വ്യക്തി ചെയ്തതായ പുണ്യ പാപ പ്രവൃത്തികളുടെ കണക്കുകൾ ആ ഒരു വ്യക്തിയെ പറഞ്ഞു കേൾപ്പിക്കും. അതിനുശേഷം തുടർന്നു വരുന്ന 14 ദിവസം ഈ ഒരു ആത്മാവിനെ ആ ഒരു യമകിങ്കരന്മാര് അയാളുടെ തന്നെ ബന്ധുക്കളുടെ അടുത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു 14 ദിവസത്തെ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ഏറ്റുവാങ്ങി പാപമുക്തനാകുന്ന ആ ഒരു ആത്മാവ് വീണ്ടും ആ ഒരു പരലോകത്തേക്ക് യാത്ര തിരിക്കും. തുടർന്നുള്ള ആ ഒരു യാത്രയിൽ ഈ ഒരു ആത്മാവിന്റെ അവശേഷിക്കുന്ന പുണ്യപാപ പ്രവൃത്തികളുടെ ആ ഒരു ഫലത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു കർമ്മഫലത്തിനനുസരിച്ച് സ്വർലോകം, നരകം, പിതൃലോകം എന്നിവയിൽ ഒന്നിൽ സ്ഥാനം ലഭിക്കുന്നു. ജീവിതത്തിൽ ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് അവർ സ്വർലോകം തന്നെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവും സംശയവും വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് ഗരുഡ പുരാണത്തില് ആ ഒരു മരണാനന്തരമുള്ള ജീവിതത്തെ പറ്റി, അല്ലെങ്കിൽ മരണാനന്തരം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും മരണം സംഭവിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ബന്ധുക്കളൊക്കെ തന്നെ ആ ഒരു ആളെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ദീർഘകാലം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ആ ഒരു വ്യക്തി ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും തുടർന്ന് സൂക്ഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ ചിലരാകട്ടെ ഈ വസ്തുക്കളൊക്കെ തന്നെ നശിപ്പിച്ച് കളയുന്നതുമാണ്. അപ്പോൾ ഒരാളുടെ മരണശേഷം അയാൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു 3 വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിൽ ഒന്നാമത്തെ വസ്തു എന്നുള്ളത് മരണപ്പെട്ട ആ ഒരു വ്യക്തി ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ്. മരണപ്പെട്ട ഒരാളുടെ ആഭരണങ്ങൾ ബന്ധത്തിൽപ്പെട്ട് ആരെങ്കിലും ധരിക്കുകയാണ് എങ്കിൽ ആ ഒരു ആത്മാവിന്റെ ഊർജം ആ ഒരു ധരിക്കുന്നയാളിൽ പ്രവേശിക്കുമെന്നതാണ്. എന്നാൽ ഈ സ്വർണ്ണാഭരണത്തെ ഉരുക്കി പുതിയ ആഭരണങ്ങളാക്കി പണി കഴിപ്പിച്ച് ധരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. ഇനി മരണത്തിന് മുൻപ് ഒരാൾ നമുക്ക് കുറച്ച് ആഭരണം തന്നാൽ ആ ഒരു വ്യക്തിയുടെ മരണാനന്തരം നമുക്കത് ധരിക്കാമോ? തീർച്ചയായിട്ടും ധരിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ആ ഒരു മൃതശരീരത്തിൽ നിന്ന് അഴിച്ചെടുത്ത ആഭരണങ്ങളാണ് ഈ വിധം ധരിക്കുവാൻ പാടില്ലാത്തത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ സ്ഥാവര ജംഗമങ്ങളിന്മേല് ഒരു അടുപ്പം ഉണ്ടായിരിക്കും. ഈ ഒരു അടുപ്പം മരണാനന്തരവും നിലനിൽക്കുമെന്നതാണ്. ഒരാളുടെ മരണാനന്തരം അയാളുമായി ബന്ധപ്പെട്ട നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ വസ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളാണ്. ഗരുഡ പുരാണം പറയുന്നത് ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാനന്തരവും ആ ഒരു വ്യക്തിയുടെ ഭൗതിക വസ്തുക്കളിൽ ആ ഒരു ആത്മാവിന് ആകർഷണം തോന്നുമെന്നതാണ്. ഭൗതികമായിട്ടുള്ള ഈ ഒരു വസ്തുക്കളിൽ നിന്ന് ആത്മാവ് പലപ്പോഴും വിട്ടുപോകാൻ വിമുഖത കാട്ടും. ഒരു ആത്മാവിന് അത് വസിച്ചിരുന്നതായ ആ ഒരു ശരീരം ഒഴിവാക്കിയാൽ ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു രണ്ടാമത്തെ വസ്തു ആ ഒരു വ്യക്തി അണിഞ്ഞിരുന്ന വസ്ത്രങ്ങളോടാണ്. ആത്മാവിന് ഈ ഒരു ലൗകികമായിട്ടുള്ള ബന്ധം വളരെ പെട്ടെന്നൊന്നും മുറിച്ചെറിയുവാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ അത് അത്ര നാൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു വസ്ത്രങ്ങളോട് പ്രത്യേകമായ ഒരു താല്പര്യം തന്നെ ആ ആത്മാക്കൾക്ക് ഉണ്ടാകും. ഈ ഒരു വസ്ത്രങ്ങൾ ധരിക്കുന്ന ആൾക്ക് ആ ആത്മാക്കളിൽ നിന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നതാണ്. ഇത്തരത്തിൽ മരണപ്പെട്ട ഒരാളുടെ വസ്ത്രം ധരിക്കുന്ന ആളുടെ ആ ഒരു സന്തോഷത്തിനും മനോനിലയ്ക്കും ഈ ഒരു ആത്മാവാകുന്ന ആ ഒരു നെഗറ്റീവ് ഊർജത്തിന്റെ വലിയ സ്വാധീനം ഉണ്ടാകും. അതുകൊണ്ട് വസ്ത്രങ്ങളും മരണപ്പെട്ട ഒരാൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് എങ്കിൽ ധരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഇനി മൂന്നാമതായിട്ട്, ഒരു വ്യക്തി
തൻ്റെ ജീവിത കാലയളവിൽ ശരീരത്തിൽ കൊണ്ടു നടന്നിരുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ അണിഞ്ഞിരുന്ന മറ്റു വസ്തുക്കൾ, ആഭരണങ്ങളല്ലാത്തുള്ള മറ്റു വസ്തുക്കൾ, ഇപ്പോൾ വാച്ചായിരുന്നാലും പ്രത്യേക രീതിയിൽ കോർത്തിട്ടുള്ള ചരടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മരണപ്പെട്ടവരുടേത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിൽ ധരിക്കുന്നത് ധരിക്കുന്നയാളിലേക്ക് നെഗറ്റീവ് ഊർജം കൂടുതൽ സ്വാധീന ശക്തി ചെലുത്തുന്നതിന് കാരണമായി തീരും. ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ധരിക്കുന്നയാൾക്ക് വരുത്തി വയ്ക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ 3 വസ്തുക്കൾ മരണാനന്തരം ഒരാളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ ഈ വസ്തുക്കളൊക്കെ തന്നെ ശുദ്ധി ചെയ്ത് പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യുവാനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഗരുഡപുരാണം അനുസരിച്ചുള്ള കുറച്ച് അറിവുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.